ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് ബ്രസീലിയൻ ദേശീയ ടീം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്ന് അത് നല്ല വിങ് ബാക്കുമാരുടെ അഭാവമാണ്. അതായത് ഒരു കാലത്ത് ഒരുപാട് ക്വാളിറ്റി വിങ് ബാക്കുമാർ ബ്രസീലിയൻ ദേശീയ ടീമിനുണ്ടായിരുന്നു. ഡാനി ആൽവസും മാർസലോയും സ്ഥിരമായി കളിച്ചിരുന്ന പൊസിഷൻ ആയിരുന്നു അത്. എന്നാൽ അതിനുശേഷം നല്ല വേൾഡ് ക്ലാസ് വിങ് ബാക്കുമാർ ബ്രസീലിയൻ ദേശീയ ടീമിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വേൾഡ് കപ്പ് സ്ക്വാഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും വിങ് ബാക്കുമാരുടെ കാര്യത്തിൽ ആരാധകർ അത്ര തൃപ്തരല്ല. നിലവിൽ ക്രുസൈറോക്ക് വേണ്ടി മികച്ച രൂപത്തിൽ കളിക്കുന്ന ലെഫ്റ്റ് ബാക്കാണ് കൈഗി ബ്രൂണോ. നല്ല രൂപത്തിലാണ് അദ്ദേഹം ബ്രസീലിയൻ ടീമിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2 അസിസ്റ്റുകൾ ബ്രസീലിയൻ ലീഗിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. കൈഗി ബ്രൂണോയെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ബ്രസീലിലെ ആരാധകർ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ കാർലോ ആഞ്ചലോട്ടി അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മറ്റു താരങ്ങളെയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതേക്കുറിച്ച് ബ്രസീലിലെ പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകനായ എറിക് ഫാരിയ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടി കുറച്ച് നേരത്തെ ബ്രസീലിന്റെ പരിശീലകനായി എത്തിയിരുന്നുവെങ്കിൽ ഈ വേൾഡ് കപ്പ് സ്ക്വാഡിൽ കൈഗി ബ്രൂണോ ഉണ്ടാകുമായിരുന്നു എന്നാണ് എറിക് ഫാരിയ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് കാർലോ ആഞ്ചലോട്ടി എത്തിയിരുന്നുവെങ്കിൽ കൈഗി ബ്രൂണോ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ വേൾഡ് കപ്പിന് ശേഷം ബ്രസീൽ ടീം സ്ഥിരമായി വിളിക്കുന്ന ഒരാളായി മാറാൻ കൈഗിക്ക് സാധിക്കും. ഇതാണ് ഫാരിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് 2030 വരെ കാർലോ ആഞ്ചലോട്ടിക്ക് ബ്രസീലിയൻ ദേശീയ ടീമുമായി ഇപ്പോൾ കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പിന് ശേഷം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് കാർലോ ആഞ്ചലോട്ടി കൈഗി ബ്രൂണോയെ സ്ഥിരമായി വിളിക്കും. അത്രയേറെ ക്വാളിറ്റി ഉള്ള ഒരു താരമാണ് കൈഗി ബ്രൂണോ എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നൊക്കെയാണ് എറിക് ഫാരിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബ്രസീലിന്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലെ പ്രതിസന്ധി അതിനൊരു പരിഹാരം കാണാൻ കൈഗിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.